ബിഗ് ബോസ് സീസൺ 8 വരികയാണ്. ഏഷ്യനെറ്റ് വീണ്ടും ഒരു പ്രൊമോ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 8 ഇതാ അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ സീസൺ 8 വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇത്തവണ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇത്തവണ വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് എപ്പോൾ ഡിസ്കസ് ചെയ്താലും ഏറ്റവും ആദ്യം പറയുന്ന ഒരു പേരാണ് നമ്മുടെ കൃഷ്ണകുമാർ ഫാമിലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഫോളോവേഴ്സും വളരെയധികം ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ ബിഗ് ബോസിന്റെ പുതിയൊരു സീസൺ വരുമ്പോഴേക്കും നമ്മൾ എപ്പോഴും ആ ഒരു ഫാമിലിയിൽ നിന്നൊരു റെപ്രസെന്റേഷൻ ഉണ്ടാവാറുണ്ട് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു സീസണിൽ പോലും ആ ഒരു ഫാമിലിയിൽ നിന്ന് ആരും വന്നിട്ടില്ല. എന്നാൽ ഇത്തവണത്തെ സീസണിൽ ഒരാൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഹാൻസിയ കൃഷ്ണ വരും തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻസിയ കൃഷ്ണ എന്ന് പറയുമ്പോഴേക്കും ഈ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഒരുപാട് ഫോളോവേഴ്സും ഒരുപാട് ഷോർട്ട് ഫിലിംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെയധികം നല്ലൊരു ഹയർ പൊസിഷനിൽ എത്തിയ ഒരു വ്യക്തിയാണ്. അപ്പം തീർച്ചയായിട്ടും ഹാൻസിക ഇത്തവണത്തെ ബിഗ് ബോസിൽ എത്തുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അത് മാത്രമല്ല റീസെന്റ് ആയിട്ട് 1-2 കോൺട്രവേഴ്സീസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഹാൻസികയുടെ പേര് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പം ബിഗ് ബോസിൽ വരാണെങ്കിൽ പീപ്പിൾ വിൽ ലവ് ഹർ ഫോർ ഷുവർ. ഒരു പീപ്പിൾ ഫേവറേറ്റ് ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാത്രമല്ല ബിഗ് ബോസിലെ ഗെയിം എങ്ങനെയാണ്, ഹാൻസിക എത്രത്തോളം നന്നായിട്ട് ഗെയിം കളിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അത് നമുക്ക് ഈ പറഞ്ഞ മാതിരി ബിഗ് ബോസിൽ വന്നാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ബിഗ് ബോസിൽ വരെയാണ് നല്ലൊരു ഗെയിം കാഴ്ചവെക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ടോപ്പ് 5 വരാൻ നല്ല സാധ്യതയുള്ള ഒരു പെൺകുട്ടിയാണ്, നല്ല കാലിബർ ഉള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹാൻസിക ഇത്തവണത്തെ ബിഗ് ബോസിൽ കാണുമെന്ന് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അത് മാത്രമല്ല ഇത്തവണ ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ കാരണം ഇച്ചിരി നെഗറ്റീവ് ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ പറയുന്ന ഒരു ബിഗ് ബോസിൽ വരാണെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി അത് മാറ്റി എഴുതാൻ ഹാൻസിക്ക് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാൻസിക ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സോ വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. സോ അതാണ് ഹാൻസിയെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇനി അടുത്ത കണ്ടസ്റ്റന്റ് ആരാണ് നമുക്ക് നോക്കാം. അടുത്ത് വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ലക്ഷ്മി നക്ഷത്ര. അപ്പൊ ലക്ഷ്മി നക്ഷത്രത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏഷ്യനെറ്റിന്റെ ഷോ ആയിട്ടുള്ള സ്റ്റാർ മേജിക്കിന്റെ ഹോസ്റ്റ് ആണ് ലക്ഷ്മി നക്ഷത്ര. അപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാമിലും റീൽസ് ആയിട്ടും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഫേസ് ആണ് ലക്ഷ്മി നക്ഷത്ര. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 8 വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അത് മാത്രമല്ല ഏഷ്യനെറ്റിന്റെ ഷോസിലൂടെ വളർന്നിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്ര. ഏഷ്യനെറ്റിന്റെ ഷോ വഴി വളർന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ ഇതിന് മുന്നത്തെ പ്രീവിയസ് സീസൺസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പേളിമാണി ആയിക്കോട്ടെ, അനിമോൾ ആയിക്കോട്ടെ, ഇവരൊക്കെ ഏഷ്യനെറ്റിന്റെ ഷോ വഴി വന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ ഒരാള് ഇത്തവണത്തെ സീസണിലും കാണും എന്ന് നമുക്ക് ഉറപ്പാണ്. ആൻഡ് ഇത്തവണത്തെ സീസണിൽ അത് ലക്ഷ്മി നക്ഷത്രം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അത് മാത്രമല്ല ഈ ആരാധകർ, അതായത് ബിഗ് ബോസിന്റെ ഫാൻസ് ആയിക്കോട്ടെ അല്ലാണ്ട് ഏഷ്യനെറ്റിന്റെ ഫാൻസ് ആയിക്കോട്ടെ, എല്ലാവരും വളരെയധികം ആവശ്യപ്പെടുന്ന ഒരു പേരാണ് ലക്ഷ്മി നക്ഷത്രയുടെ. കാരണം പുള്ളിക്കാരുടെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും ബാക്കി കാര്യങ്ങളും ഈ നമ്മുടെ ഈ സ്റ്റാർ മാജിക് ഷോ കാണുന്നവർക്ക് അറിയാം വളരെ എനർജറ്റിക് ആണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബൊക്കെ തരുന്ന ഒരു പുള്ളിക്കാരിയാണ്. അപ്പം അങ്ങനെ ഒരാൾ ബിഗ് ബോസ് സീസൺ 8 ഹൗസിൽ വരികയാണെങ്കിൽ ഹൗസ് എന്ന് പറയുന്ന വളരെ ഒരു നല്ലൊരു കിടിലും വൈബിൽ ഇരിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സീസൺ 8 നമ്മുടെ ലക്ഷ്മി നക്ഷത്ര കാണും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അപ്പം മിക്കവാറും നമുക്ക് ലക്ഷ്മി നക്ഷത്രം ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിനകത്ത് കാണാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞതിൽ തന്നെ ഏറ്റവും കൂടുതൽ, അതായത് ബിഗ് ബോസ് സീസൺ 8 വരാൻ സാധ്യതയുള്ളതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ലക്ഷ്മി നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന സീസണിൽ കാണും തന്നെ നമുക്ക് വിശ്വസിക്കാം. അടുത്തതായിട്ട് ബിഗ് ബോസ് സീസൺ 8 വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അഞ്ജലി നായർ. അപ്പൊ അഞ്ജലി നായറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ദൃശ്യം 1, ദൃശ്യം 2, പുലിമുരുകൻ, ഇങ്ങനെ ഒരുപാട് സിനിമകളിൽ സപ്പോർട്ടിംഗ് ആക്ട്രസ് ആയിട്ട് വന്നിട്ട് നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു പുള്ളിക്കാരിയാണ് അഞ്ജലി നായർ എന്ന് പറയുന്നത്. അപ്പം ഇതിന് മുന്നേയും സപ്പോർട്ടിംഗ് ആക്ട്രസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഏഷ്യനെറ്റിന്റെ ബിഗ് ബോസ് സീസൺസിലെ പല സീസൺസിലും കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലൊരാൾ ഇത്തവണത്തെ സീസണിലും കാണുമെന്നുള്ളൊരു ഊഹവും ഒരു റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഏറ്റവും കൂടുതൽ പൊങ്ങി വന്നിട്ടുള്ളത് അഞ്ജലി നായരുടെ പേരാണ്. അത് മാത്രമല്ല ഇപ്പൊ റീസെന്റ് ഇലക്ഷൻസിലും കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ട് തന്നെ 1-2 കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പുള്ളിക്കാരിയുടെ പേരിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്തിരി ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് അഞ്ജലി നായർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസും നോക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുക, നിലപാടുകൾ ഉറക്കെ പറയുക, നല്ല രീതിയിൽ സംസാരിക്കുക, ഡിബേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കഴിവൊക്കെ ഉള്ള ഒരാളാണ് അഞ്ജലി നായർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അഞ്ജലി നായർ ബിഗ് ബോസ് ഹൗസിൽ വരികയാണെങ്കിൽ ഹൗസ് വളരെ ആക്റ്റീവ് ആയിരിക്കും. ഹൗസിൽ ഈ പറയുന്ന മാതിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും തന്റേതായിട്ടുള്ള നിലപാട് അറിയിക്കാനും പറ്റുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന മാതിരി ബിഗ് ബോസ് സീസൺ 8 വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കണ്ടസ്റ്റൻസിൽ ഒരാളാണ് അഞ്ജലി നായർ. ആദിത്യൻ ജയൻ. അപ്പം ആദിത്യൻ ജയനെ പറ്റി അറിയാത്തവർ വളരെ കുറവായിരിക്കും. നമുക്ക് വളരെയധികം പരിചയമായിട്ടുള്ള ഒരു മുഖമാണ് ആദിത്യൻ ജയന്റേത്. ഒരുപാട് സിനിമകളിലും സീരിയൽസിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു താരമാണ്. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് 1-2 കോൺട്രവേഴ്സീസിലൊക്കെ പോയി ചാടാറുണ്ട്. അപ്പോൾ ആദിത്യൻ ജയൻ ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ കാണുന്നുള്ള രീതിയിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള കുറെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കറിയാം ഈ ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ, അതായത് ബിഗ് ബോസ് കുറെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇച്ചിരി മെച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ
ഇച്ചിരി ഒരു വെറ്ററൻ ആക്ടർ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരാളെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ നമുക്ക് ഉറപ്പാണ്. അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോഴേക്കും ആദിത്യൻ ജയൻ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു സീസണിൽ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന മാതിരി വളരെയധികം ഫാമിലി ഓഡിയൻസ് ഉള്ള ഒരു പുള്ളിക്കാരനാണ് ഈ പറയുന്ന ആദിത്യൻ ജയൻ എന്ന് പറഞ്ഞാൽ. എല്ലാ സീസണിലും ഫാമിലി ഓഡിയൻസ് ഫോളോയിങ് ഉള്ള കുറെ ആൾക്കാർ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ എല്ലാ സീസണിലും കാണാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് കണ്ടാൽ മാത്രമേ ഈ ഷോ വിജയിക്കത്തുള്ളൂ. ഫാമിലി ഓഡിയൻസ് ആണ് ബിഗ് ബോസിന്റെ ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഫാമിലി ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കണ്ടസ്റ്റൻസിനെ അവർ കൊണ്ടുവരാറുണ്ട്. ആൻഡ് ആ ഒരു ലിസ്റ്റിൽ പെട്ട ഒരാളാണ് ആദിത്യൻ ജയൻ. അപ്പൊ തീർച്ചയായിട്ടും ആദിത്യൻ ജയനും ഈ പറയുന്ന ഒരു സീസണിൽ കാണുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അടുത്തതായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അപർണ തോമസ്. അപ്പൊ അപർണ തോമസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. ആൻഡ് തന്റെ ഭർത്താവ് ജീവ ജോസഫിനൊപ്പം തന്നെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല 1-2 TV ഷോസ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാഷൻ, ലൈഫ് സ്റ്റൈൽ ഇങ്ങനത്തെ കണ്ടന്റ്സിനെ കുറിച്ചൊക്കെയാണ് പുള്ളിക്കാരി കൂടുതലും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ വളരെയധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ആളാണ് ഈ അപർണ തോമസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം റീസെന്റ് ബിഗ് ബോസിന്റെ ഒരു ട്രെൻഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ്, സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ 1-2 ഇയേഴ്സിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു കാറ്റഗറി വെച്ച് നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അപർണ തോമസിനെ പോലുള്ള ഒരാൾ എന്തായാലും ഇത്തവണത്തെ സീസണിൽ കാണുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. ആൻഡ് സ്പെക്കുലേഷൻസും റൂമേഴ്സ് ഒക്കെ നോക്കുമ്പോഴേക്കും അത് അപർണ തോമസ് തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അപർണ തോമസ് ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ വരുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. ആൻഡ് അപർണ തോമസ് വരികയാണെങ്കിൽ വളരെയധികം കളർഫുൾ ആയിരിക്കും ഈ പറയുന്ന സീസൺ എന്ന് പറയുന്നത്. കാരണം വളരെയധികം പോസിറ്റീവ് വൈബ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. ആൻഡ് ഈ ബിഗ് ബോസ് ഹൗസിന് നല്ലൊരു വൈബിൽ അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കഴിവും ഒരു കാലിബർ ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് അപർണ തോമസ്. സോ അപർണ തോമസ് ഇത്തവണത്തെ സീസണിൽ വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പരസ്പരം സീരിയൽ വഴി നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് വിവേക് ഗോപന്റെ എന്ന് പറയുന്നത്. അപ്പൊ വിവേക് ഗോപനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയസിലും ഇൻസ്റ്റഗ്രാമിലും ഏഷ്യനെറ്റിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് വിവേക് ഗോപന്റെ. അപ്പൊ വിവേക് ഗോപൻ ഇത്തവണത്തെ ഒരു സീരിയൽ, അതായത് ഇത്തവണത്തെ ബിഗ് ബോസിനകത്ത് വരുമെന്നുള്ളതിന്റെ രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുറെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ പറയുന്ന മാതിരി നമ്മൾ കഴിഞ്ഞ സീസണിൽ നോക്കുകയാണെങ്കിൽ ഷാനവാസിക്ക് അങ്ങനെ ഒരുപാട് ഈ പറയുന്ന സീരിയൽ ആക്ടേഴ്സും സീരിയലിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരുപാട് ആക്ടേഴ്സിനെയും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ സീസണിലും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണയും അങ്ങനത്തെ ആൾക്കാർ ഒരുപാട് പേര് കാണും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം ആ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ് വിവേക് ഗോപൻ. തീർച്ചയായിട്ടും വിവേക് ഗോപൻ വളരെയധികം ചാൻസ് ഉള്ള, അതായത് ബിഗ് ബോസ് സീസൺ 8 വരാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് വിവേക് ഗോപൻ എന്ന് പറയുന്നത്. അപ്പോൾ വിവേക് ഗോപനും ഇത്തവണ കാണുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നത്. മാത്രമല്ല, ഈ പറഞ്ഞ മാതിരി പരസ്പരം സീരിയൽ വഴി ഫാമിലി ഓഡിയൻസിന് വളരെ വലിയൊരു സപ്പോർട്ടുള്ള ഒരു ആളാണ് വിവേക് ഗോപൻ എന്ന് പറയുന്നത്. അപ്പോൾ വിവേക് ഗോപൻ കൂടെ വരികയാണെങ്കിൽ നമ്മുടെ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഫാമിലി ഓഡിയൻസ് ഉറപ്പായിട്ടും സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിവേക് ഗോപൻ വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. സോ നമ്മളും എക്സ്പെക്ട് ചെയ്യുന്ന വിവേക് ഗോപൻ വരണമെന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ബിഗ് ബോസ് സീസൺ 8 തുടങ്ങിയാൽ മാത്രമേ നമുക്കിനി പറയാൻ പറ്റത്തുള്ളൂ പുള്ളിക്കാൻ ആക്ച്വലി വരുമോ ഇല്ലെന്നുള്ള. എങ്കിലും റൂമേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. സോ വിവേക് ഗോപനാണ് നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ്. ഇത് നമ്മൾ ആരും വിചാരിക്കാത്ത ഒരാളാണ്. ഇപ്പൊ രാഹുൽ ഈശ്വറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാഹുൽ ഈശ്വർ. അപ്പോൾ ഭയങ്കരമായിട്ട് ഡിബേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ സംസാരിക്കാനും കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് നല്ല രീതിയിൽ ഡിബേറ്റ് ചെയ്യാനൊക്കെ ഉള്ള വളരെയധികം കഴിവുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ. അപ്പൊ രാഹുൽ ഈശ്വർ ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ, അതായത് ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 8 വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റന്റിന്റെ ഒരു ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ട്. അപ്പൊ രാഹുൽ ഈശ്വർ എങ്ങാനും ബിഗ് ബോസ് സീസൺ 8 വന്നു കഴിഞ്ഞാൽ ഇത്തവണത്തെ സീസൺ അടിപൊളിയാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മാതിരി ഇത്തവണത്തെ കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഒക്കെ നോക്കുമ്പോഴേക്കും ഈ പറയുന്ന മാതിരി ഒരുപാട് വ്യൂസും കാര്യങ്ങളും പല കാര്യങ്ങളിൽ, അതായത് പല രീതിയിലുള്ള പെർസ്പെക്ടീവ്സും പല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഒരുമിച്ചൊരു വീടിനകത്ത് വന്ന ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അടിയും ഇടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോഴേക്കും രാഹുൽ ഈശ്വറിനെ പോലെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ, നല്ല രീതിയിലുള്ള ഡിബേറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനും, നല്ല ഹെൽത്തി ആയിട്ടും മേ ബി അൺഹെൽത്തി ആയിട്ടും പോകാം, എനിക്കറിയത്തില്ല. എന്നാലും വളരെ നല്ല രീതിയിലുള്ള ഡിബേറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നല്ല രീതിയിലൊരു എന്റർടൈൻമെന്റ് വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പൊ രാഹുൽ ഈശ്വർ വരണമെന്ന് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് രാഹുൽ ഈശ്വർ. അപ്പൊ രാഹുൽ ഈശ്വറും ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 8 വരട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. മൗനരാഗം എന്ന സീരിയലില് കല്യാണി എന്ന് പറയുന്ന ഒരു റോള് ഹാൻഡിൽ ചെയ്യുന്ന ആക്ട്രസ് ആണ് ഐശ്വര്യ റാംസായ് എന്ന് പറയുന്നത്. അപ്പം ഐശ്വര്യ റാംസായ് എന്തുകൊണ്ട് ഈ പറയുന്ന ഒരു ബിഗ് ബോസ് സീസൺ 8 വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യങ്ങർ ഓഡിയൻസിന്റെ ഇടയിൽ വളരെയധികം ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ഐശ്വര്യ റാംസായ്. അപ്പം യങ്ങർ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐശ്വര്യ റാംസായിനെ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 8 കൊണ്ടുവരുന്ന രീതിയിലുള്ള റൂമേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ജെൻസിയിലുള്ള ആൾക്കാർ, യങ്ങറായിട്ടുള്ള ആൾക്കാർ, അപ്പൊ ഇവരെല്ലാവരും ഈ ഐശ്വര്യ റാംസായ് വരുന്നതാണെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 8 കാണാൻ വരുമെന്നും അങ്ങനെ അതുവഴി വളരെ
വലിയൊരു ഓഡിയൻസിന്റെ ഒരു റേഞ്ച് കിട്ടുമെന്നൊക്കെ നമ്മുടെ ബിഗ് ബോസിലെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐശ്വര്യ റാംസയുടെ പേര് വളരെയധികം നല്ല രീതിയിൽ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അത് മാത്രമല്ല, ഇപ്പം ഐശ്വര്യ റാംസയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഈ പറയുന്ന മാതിരി തന്നെ വളരെ യങ്ങായിട്ടുള്ള ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഐശ്വര്യ റാംസായ് എങ്ങനെ ഒരു ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഐശ്വര്യ റാംസായ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം എക്സ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളാണ് ഐശ്വര്യ റാംസായ്. സോ ഐശ്വര്യ റാംസായും ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 8 ഉണ്ടാവും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ചെകുത്താനാണ്. അപ്പം ചെകുത്താനെ കുറിച്ച് കൂടുതൽ ഇൻട്രൊഡക്ഷന്റെ കാര്യമൊന്നുമില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചെകുത്താന്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോസിലൊക്കെ ഇടയ്ക്കൊക്കെ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ വരാറുള്ളതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പേരാണ് ചെകുത്താന്റെ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ്, അപ്പം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന പേരുകളൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ ബിഗ് ബോസ് സീസണിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിലും ആ ഒരു കാറ്റഗറിയിൽ നിന്ന് വരാൻ സാധ്യത ഉള്ള ഒരാളാണ് ചെകുത്താൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട്, വളരെ ഡയറക്റ്റ് ആയിട്ട് തന്റെ ഒപ്പീനിയൻ വിളിച്ചു പറയുന്ന ഒരാളാണ് ചെകുത്താൻ എന്ന് പറയുന്നത്. അപ്പം അതുപോലുള്ള ഒരാൾ ബിഗ് ബോസ് കണ്ടന്റ് ആണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് കണ്ടന്റ് തന്നെയാണ്. ബിഗ് ബോസിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന കാലിബർ ഉള്ള ഒരാളാണ് ചെകുത്താൻ എന്ന് പറയുന്നത്. അപ്പം പുള്ളിക്കാരൻ ഈ പറയുന്ന സീസണിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് നല്ല രീതിയിൽ തന്നെ ഒരു ഗെയിം പ്ലേ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസണിൽ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഞാനും അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ബിഗ് ബോസ് സീസണിനകത്ത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പുള്ളി വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ തന്നെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു ഗെയിമും, അത് മാത്രമല്ല ചെകുത്താന്റെ കൂടെ രാഹുൽ ഈശ്വർ അങ്ങനത്തെ നല്ല രീതിയിൽ ഡിബേറ്റ് ചെയ്യാൻ കഴിവുള്ള 1-2 ആൾക്കാർ കൂടെ വരികയാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഡിബേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ മുതൽ തന്നെ ഞാൻ വളരെയധികം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പേരാണ് AJP. അപ്പം AJP പറ്റി കൂടുതൽ ഇൻട്രൊഡക്ഷന്റെയും കാര്യങ്ങളൊന്നിന്റെ ആവശ്യമില്ല. അലിൻ ജോസ് പെരേര നമുക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കാണാറുള്ള ഒരാളാണ് AJP എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പുള്ളി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മളിപ്പോ പുള്ളിയെ ഇപ്പം പല ഇതിനകത്തും കാണാറുണ്ട്, പല കല്യാണങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ കാണാറുണ്ട്. അപ്പം പുള്ളിയുടെ ആക്ച്വലി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ഇതെന്ന് പറയുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നമ്മളതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കല്യാണത്തിനൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ അപമാനിക്കുന്ന രീതിയൊക്കെ പെരുമാറുന്നത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയല്ല. പുള്ളിയുടെ ഒരു വരുമാന മാർഗ്ഗമാണ്, അതുകൊണ്ട് പുള്ളി അതെല്ലാം പോയി ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ട് പെരുമാറാൻ നോക്കാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാതിരി അലിൻ ജോസ് പെരേര എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പം വളരെയധികം നല്ല ഇൻഫ്ലുവൻസും നല്ലധികം ഫോളോവേഴ്സും അല്ലെങ്കിൽ നല്ലൊരു ഫാൻ ബേസ് ഉള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 8 പുള്ളിയെ കൺസിഡർ ചെയ്യുന്നുള്ള രീതിയിൽ നല്ല റൂമേഴ്സും കാര്യങ്ങളും ആദ്യം മുതലേ കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുള്ളിയുടെ പേരും ഈ പറയുന്ന ലിസ്റ്റിൽ ഞാൻ പറയുന്നത്. അലിൻ ജോസ് പെരേര ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 8 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 8 അലിൻ ജോസ് പെരേര വരികയാണെങ്കിൽ ഇത്രയും കാലം അലിൻ ജോസ് പെരേര നമ്മൾ ഈ പറയുന്ന മാതിരി സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരിക്കത്തില്ല പുള്ളിക്കാരനെ അവിടെ കിട്ടാൻ പോകുന്നത്. കാരണം ബിഗ് ബോസ് സീസണിൽ വരികയാണെങ്കിൽ തീർച്ചയായും പുള്ളിക്കാരന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ മാറും. നല്ല രീതിയിലൊരു ഫോളോയിങ്ങും അല്ലെങ്കിൽ വളരെ നല്ലൊരു ഇമ്പാക്ട് പുള്ളിക്കാരനെ അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അലിൻ ജോസ് പെരേരയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന മാതിരി പുള്ളി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി അത് പുള്ളിക്കാരനെ ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നമ്മളത് നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് നല്ല രീതിയിൽ ഒരുപാട് പേര് അതിനെ ക്രിട്ടിസൈസ് ഒക്കെ ചെയ്യാറുണ്ട്, നല്ല രീതിയിൽ മോശമായിട്ടും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ ഒരു യുക്തി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ശരിയാണോ തെറ്റാണെന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം. ബട്ട് ഡെഫിനറ്റ്ലി പുള്ളിക്കാരന് ബിഗ് ബോസിനകത്ത് വരാൻ കാലിബർ ഉള്ള അല്ലെങ്കിൽ അതിൽ ഡിസേർവ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. കാരണം അത്രയധികം സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരൻ ഒരുപാട് കോൺട്രവേഴ്സീസിലൊക്കെ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്രയധികം വലിച്ചു കയറിയിട്ടുണ്ട് പുള്ളിക്കാരന്. സോ ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ആക്റ്റീവ് ആയതുകൊണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം സംസാരിക്കപ്പെട്ടതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 8 വരണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഗെയിം കളിക്കാൻ പറ്റും പുള്ളിക്കാരന്. നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു ആവറേജ് രീതിയിൽ തന്നെ പുള്ളി ഗെയിം കളിച്ചാൽ പോലും ഒരു ടോപ്പ് 5 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം പരിചിതമായിട്ട്, അതില്ലെങ്കിൽ വളരെയധികം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ്. അപ്പം ആൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന് കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 8 പുള്ളിക്കാരൻ വരികയാണെങ്കിൽ വളരെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല ബിഗ് ബോസ് അലിൻ ജോസ് പെരേരയുടെ ലൈഫ് മാറ്റി എഴുതുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഇത്രയും ആൾക്കാരാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എന്റെ ഒരു ആഗ്രഹപ്രകാരം ഞാൻ ബിഗ് ബോസിൽ വരണം എന്ന് നോക്കുന്നത്. അപ്പൊ ഞാൻ കുറെ റൂമേഴ്സും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന കുറെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ആരെങ്കിലൊക്കെ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 8 വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പൊ നിങ്ങളുടെ ഒരു മൈൻഡിൽ ഇനി ആരൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ ആരെങ്കിലും ഇനി വരില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇടുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തേക്ക് അത്രയുള്ളത്. സൈനിങ് ഓഫ് അജിത്ത്.